ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ദൈവവചനവുമായി ദിവസങ്ങളിലായിരിക്കാൻ തക്കവണ്ണം സ്വർഗം നമ്മെ ബലപ്പെടുത്തുന്ന കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം: ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്ന് അറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന് പറയുന്ന 3 യഹൂദ സഹോദരന്മാർ നമ്മുടെ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ രാജാവിൻ്റെ നിയമത്തെ അവർ ലംഘിക്കുകയാണ്, അനുസരിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ രാജനിയമം ദേശത്ത് മുഴുവനും പ്രഖ്യാപിക്കപ്പെടുമ്പോഴും അവരുടെ വിശ്വാസം അവിടെ ഒരു ചോദ്യചിഹ്നമായി അവരുടെ മുൻപിൽ നിൽക്കാൻ ഇടയായിത്തീരുകയാണ്. എന്താണ് വിശ്വാസത്തിൻ്റെ ചോദ്യചിഹ്നം? രാജാവ് നിർത്തിയിരിക്കുന്ന ബിംബത്തെ സകലരും വണങ്ങണം, വീണ് നമസ്കരിക്കണം എന്ന് രാജനിയമമാണ്. എന്നാൽ ഭൂരിപക്ഷം പേരും അതിനെ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ വെറും 3 പേര് വിളിച്ചു പറയുന്ന കാര്യമാണ് 17-ഉം 18-ഉം വാക്യത്തിൽ വായിപ്പാനിടയായത്: ഞങ്ങളെ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഞങ്ങളെ രാജാവെ നീ നിർത്തിയിരിക്കുന്ന ഈ ബിംബത്തെ ഞങ്ങൾ വണങ്ങുകയില്ല, അല്ലെങ്കിൽ നമസ്കരിക്കുകയില്ല. ഒരു നല്ല തീരുമാനമാണ്. പക്ഷെങ്കിൽ ആ തീരുമാനമെടുക്കുമ്പോൾ തന്നെ അവരുടെ മുൻപിൽ മറ്റ് ചോദ്യങ്ങളോ മറ്റ് അവിശ്വാസത്തിൻ്റെതായ ചിന്തകളോ ഒന്നും ഈ 3 സഹോദരങ്ങളുടെയും ജീവിതത്തിലോ അല്ലെങ്കിൽ മനസ്സിലോ ആ സമയങ്ങളിൽ വന്നിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അതങ്ങനെ തന്നെയാണ്. എന്നാൽ വിടുവിക്കുന്നവൻ ദൈവമാണ്, പ്രവർത്തിക്കുന്നവൻ ദൈവമാണ്. പ്രഖ്യാപിക്കപ്പെട്ട വിശ്വാസത്തിന് മുമ്പിൽ ദൈവം പ്രവർത്തിച്ചില്ലെങ്കിലും ഞാൻ തീച്ചൂളയിൽ വീണ് ഞാൻ വെന്തുരുകേണ്ടി വന്നെന്ന് പറഞ്ഞാലും, ദഹിച്ചു പോകേണ്ടി വന്നെന്ന് പറഞ്ഞാലും, നീ നിർത്തിയിരിക്കുന്ന ബിംബത്തെ വണങ്ങുവാനൊന്നും ഞങ്ങൾക്ക് കഴിയുകയില്ല. കാരണം ഞങ്ങളുടെ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് ഞങ്ങൾക്കൊരു വിടുതൽ വേണ്ട എന്നാണ് യഹൂദ ബാലന്മാരുടെ പ്രഖ്യാപനമെന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ദൈവപ്രവൃത്തിയെ അവിശ്വസിക്കുന്നവരും ദൈവത്തെ അവിശ്വസിക്കുന്നവരുമാണ്. ഞാൻ ഉൾപ്പെടെ നമ്മളൊക്കെയും സാഹചര്യങ്ങളുടെ മുൻപിൽ ദൈവത്തെ തള്ളിക്കളയുവാനും തള്ളിപ്പറയുവാനും പലപ്പോഴും വായ് കൊണ്ട് പറഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും നമ്മുടെ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ പറഞ്ഞു പോകുന്ന അനുഭവങ്ങൾ എനിക്കും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. എന്നാൽ വചനം പഠിപ്പിക്കുന്ന അങ്ങനെയല്ല. വചനം പഠിപ്പിക്കുന്ന പ്രതികൂലത്തിന്റെ നടുവിലും വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുക മാത്രമല്ല, വിശ്വാസ പ്രഖ്യാപനത്തിന്റെ മധ്യത്തിൽ വിടുവിക്കുന്നവന്റെ കരം വെളിപ്പെട്ടില്ലെങ്കിലും ഞങ്ങൾ നിൽക്കുന്നത് എവിടെയാണോ അവിടെ തന്നെ നിൽക്കും. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ നിന്നെ സേവിക്കുവാൻ അല്ലെങ്കിൽ നിന്റെ ബിംബത്തെ സേവിക്കുവാനോ വണങ്ങുവാനോ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വിശ്വാസത്തെയാണ് ദൈവവൈതലെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ദേശം മുഴുവനും പകർച്ചവ്യാധികളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെയായി മാറുമ്പോഴും കാഴ്ചപ്പാടുള്ള ഒരു ദൈവവൈതലിന് പറയാൻ കഴിയും, ഇതിന് മധ്യത്തിലും എൻ്റെ ഹൃദയത്തെ കലക്കിക്കളയുന്ന നാളത്തെ ചിന്തകൾ എൻ്റെ ഉള്ളിലേക്ക് കൊണ്ടിട്ട് ഞാൻ എങ്ങനെയായി തീരുമെന്ന്, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെങ്ങനെയായി തീരുമെന്ന്
ഞാൻ ഭാരത്തോടെയാണ് ആയിരിക്കുന്നത്. എന്നാൽ എനിക്കൊരു കാര്യം നല്ല ഉറപ്പാ, എൻ്റെ ദൈവത്തിന് ഇവിടെ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. ഇല്ല, ഇനി ഇവിടുന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിഞ്ഞില്ല എങ്കിൽ തന്നെ ഞാൻ ദൈവത്തെ തള്ളിക്കളയുവാനോ ഞാൻ അറിഞ്ഞ സത്യത്തെ തള്ളിക്കളയുവാനോ ഞാൻ തയ്യാറല്ല എന്ന് നമുക്ക് വിളിച്ചു പറയുവാൻ ഈ നാളുകളിൽ കഴിയണം. അതിന് ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം കൂടി വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 37 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അതിനൊരു വ്യക്തമായ ധാരണ നമുക്കവിടെ കിട്ടും. 37-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ദാവീദ് പിന്നെയും സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ചെല്ലുക, യഹോവ നിന്നോട് കൂടെ ഇരിക്കും. അടുത്തത് ഇങ്ങോട്ട് താഴോട്ട് വായിച്ചു വരുമ്പോൾ, ശൗൽ തന്റെ പടയങ്കി ദാവീദിനെ ധരിപ്പിച്ചു, അവന്റെ തലയിൽ താമ്ര ശിരസ്ത്രവും വെച്ചു, തന്റെ കവചം അവനെ ഇടിവിച്ചു, പടയങ്കിമേൽ അവന്റെ വാളും കെട്ടി. ദാവീദ് നടപ്പാൻ നോക്കി, എന്നാൽ അവന് ശീലമില്ലായിരുന്നു. ദാവീദ് ശൗലിനോട്, ഞാൻ ശീലിച്ചിട്ടില്ലായികയാൽ ഇവ ധരിച്ചും കൊണ്ട് നടപ്പാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞ് അവയെ ഊരിവെച്ചു. ഇങ്ങോട്ട് താഴോട്ട് വായിച്ചു വരുമ്പോൾ 46-ാമത്തെ വാക്യം വായിക്കാം. അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്: യഹോവ ഇന്ന് നിന്റെ കയ്യിൽ എന്നെ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവഭൂമിയും അറിയും. ഒരു വലിയ ജനത്തോട് ഒരുവൻ നിന്ന് വെല്ലുവിളിക്കുമ്പോൾ, വിശ്വാസത്തിൽ വേരുള്ള അടിസ്ഥാനമുള്ള ഒരു കൂട്ടം ജനം ഭയപ്പെട്ട് മാറി നിൽക്കുമ്പോൾ, ഒരുവന് പറയാൻ കഴിയുന്നത്, ദാവീദിന് പറയാൻ കഴിയുന്ന ഒറ്റ കാര്യം മാത്രം: കരടിയുടെയും സിംഹത്തിന്റെയും കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച ദൈവം എന്നോടുകൂടെ ഉണ്ട്. എവിടെ ചെല്ലുവാനാ? ഫെലിസ്ത്യന്റെ മുൻപിൽ യുദ്ധത്തിന് ചെല്ലുവാൻ അവൻ ഇറങ്ങി ചെല്ലുകയാ. അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അതിൻ്റെ 37-ാമത്തെ വാക്യം വായിച്ചാൽ അവിടെ തന്നെ അങ്ങനെ പറയുന്നത്, സിംഹത്തിന്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച ദൈവം. ദാവീദിന് വ്യക്തമായിട്ടറിയാം, എനിക്ക് പറയത്തക്കവണ്ണം വലിയ കഴിവോ പ്രാപ്തിയോ ഒന്നും ലോകത്തിന് മുൻപിൽ എടുത്ത് കാണിക്കുവാനൊന്നുമില്ല. പക്ഷെങ്കിൽ എനിക്കുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, എന്നെ വിടുവിച്ച ചില വിടുതലുകളെ എനിക്കറിയാം, എന്നെ സഹായിച്ച ചില കരങ്ങളെ എനിക്കറിയാം, എനിക്ക് വേണ്ടി പലയിടങ്ങളിലും ചലിച്ച ചില ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സാന്നിധ്യം എനിക്ക് നല്ലവണ്ണം അറിയാം. അതാണ് ദാവീദിന് പറയാനുള്ളത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളൊരു കാര്യം വ്യക്തമായിട്ട് ഓർച്ചോണം. തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിനകത്ത് ഉറച്ചു നിൽക്കുവാനുള്ള പ്രാപ്തിയും കഴിവും നമുക്കുണ്ടായിരിക്കണം. ഏത് പ്രതികൂലം വന്നാലും വിശ്വാസ പ്രഖ്യാപനം തീരുമാനത്തിൽ നാം വിളിച്ചു പറയുമ്പോൾ ഉറപ്പായിട്ടും പിശാച് അടുത്ത നിമിഷം നിന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നിന്റെ മുൻപിൽ എഴുന്നേറ്റ് നിന്നെന്ന് പറഞ്ഞാലും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവപ്രവൃത്തിക്ക് വേണ്ടി ചുമല് കൊടുക്കുന്ന ഒരു ദൈവ പൈതലിനെയാണ് ഈ നാളുകളിൽ ദൈവത്തിന് ആവശ്യമെന്നുള്ളത് നാം മറന്നു പോകരുത്. ഇവിടെ 46-ാമത്തെ വാക്യം ദാവീദ് പറയുന്നത് തന്നെയാണ്: യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തലയെ ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. അടുത്ത വാക്കാണ് ഏറ്റവും പ്രസക്തം: ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവഭൂമിയും അറിയും.
സർവ്വഭൂമിയും എന്തുകൊണ്ടറിയും? ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാ, നീ ഒറ്റയ്ക്കാണെങ്കിലും ദൈവസന്നിധിയിൽ നിൽക്കുവാൻ തയ്യാറായാൽ ഞാനും നിങ്ങളെ നിമിത്തം അനേകര് ദൈവത്തിന് വിടുതലുകളെ തിരിച്ചറിയാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെ താഴോട്ട് വായിക്കുമ്പോൾ പല പ്രസക്തമായ ഭാഗങ്ങൾ അവിടേക്കൊന്നും ഞാൻ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ, പ്രത്യേക സാഹചര്യത്തിൽ നമ്മളൊക്കെ ആയിരിക്കുമ്പോൾ നമുക്കും ദൈവവുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്നുള്ളത് ഇന്ന് പകൽക്കാലം ചിന്തിക്കണം. നമുക്ക് ലഭിച്ച സാമ്പത്തിക നന്മകൾ കൊണ്ടാണോ നാം ദൈവത്തെ അളക്കുന്നത്? അല്ല ദൈവമക്കളെ. നമ്മുടെ പാപത്തിന്റെ ചേറ്റിൽ നിന്ന് നമ്മളെ വിടുവിച്ച് സ്വന്തം രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് നമ്മെ പുറത്തു കൊണ്ടുവന്ന് നിത്യരാജ്യത്തിന്റെ അവകാശികളാക്കി തീർത്ത ദൈവകൃപയെ ഓർത്താണ് നാം ദൈവത്തെ സ്തുതിക്കേണ്ടത്. ഭൗതിക നന്മകളും സാമ്പത്തിക നന്മകളും ഇതൊക്കെയും ഇവിടം കൊണ്ട് അവസാനിക്കുമ്പോൾ ഇവിടം കൊണ്ട് തീരാത്ത ഒന്ന് നിത്യതയിലുണ്ടെന്നുള്ളത് നാം മറന്നു പോകരുത്. യഹൂദാബാലന്മാരെ പോലെ ദൈവത്തിന്റെ വിടുതൽ നടന്നാലും നടന്നില്ലെങ്കിലും ദൈവത്തിനുവേണ്ടി നിൽക്കാൻ തക്കവണ്ണം പ്രഖ്യാപിച്ച് അതിൽ തന്നെ നിൽക്കുവാൻ തക്കവണ്ണം അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി, ദൈവത്തിന്റെ ആലോചനകൾക്ക് വേണ്ടി ഈ നാളുകൾ പെറുപിറുക്കാതെ, ഈ പ്രതികൂലത്തിന്റെ മധ്യത്തില് പെറുപിറുക്കാതെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായേ മതിയാകത്തുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. നോക്കണം, 99 വയസ്സുള്ള വ്യക്തിയോട് വന്നിട്ട് പറയുകയാണ്, നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക, നീതിയോടെ ഇരിക്കുക, നിഷ്കളങ്കനായിരിക്കുക. ഇല്ലേ? ഇംഗ്ലീഷിൽ വരുമ്പോൾ അവിടെ പെർഫെക്റ്റ് എന്നാ പറയുന്നത്. എല്ലാ നിലയിലും നീ എൻ്റെ മുൻപിൽ എങ്ങനെ ആയിരിക്കണം? നിഷ്കളങ്കനായിരിക്കണം. ഇന്ന് നമ്മളോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഏക വാക്യത തന്നെയാണ്. എന്തെന്നറിയാമോ? പ്രതികൂലത്തിന് മധ്യത്തിൽ പെറുപെറുക്കാതെ എന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ നിഷ്കളങ്കരായിരിക്കുക. നമുക്കതിനു വേണ്ടി ഒരുങ്ങാൻ ഇടയാകണം ദൈവമക്കളെ. അതുകൊണ്ടാണ് ഉൽപ്പത്തി 18-14 വരുമ്പോൾ, ഞാൻ അടുത്ത ആണ്ടിൽ നിന്റെ അടുക്കൽ ഈ സമയത്ത് മടങ്ങി വരുമ്പോൾ, ഇല്ലേ, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നവനോട് ദൈവം പറയുക, എന്റെ മുൻപിൽ നിഷ്കളങ്കനായിരിക്കണം, എന്റെ മുൻപിൽ നിഷ്കളങ്കനായി നടക്കണം. 18-14 പറഞ്ഞ്, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. ദൈവത്തിന് നമ്മളെ വിടുവിക്കുവാൻ കഴിയും. ദൈവത്തിന് നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുമെന്നുള്ളത് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം. തൻ്റെ ഇടത്തോടെ ഭൂരിപക്ഷം നോക്കാതെ ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക്, ഏകരെങ്കിൽ ഏകരായിട്ട് തന്നെ വിശ്വാസത്തിന് പ്രഖ്യാപനം നടത്തി അതിൽ നിൽക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും ഒരുക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.